ഗെയ്സ് അപ്പോൾ നമ്മൾ ബാക്കൽ ഫോർട്ടിലാണ് ഉള്ളത്. അപ്പോൾ അവിചാരിതമായി കുറേ ആൾക്കാർ ടീം നമ്മളിവിടെ കാണാനിടയായി. അപ്പൊ അതിൽ നമ്മുടെ പരിചിതനായ നമ്മുടെ MLA കുഞ്ഞമ്പു സാറും പരിചയപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ ജസ്റ്റ് ഒന്ന് എന്താണ് സംഭവം അറിയാൻ വേണ്ടിയാണ് ഇവരെ നിർത്തിച്ചത്. അപ്പൊ കൂടുതൽ നിർത്തിക്കുന്നതിൽ പ്രസക്തിയില്ല, അവർ ഓൾറെഡി സമയം ലേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ സാർ ഇത് എന്താണ് സംഭവം? ഒരുപാട് ആൾക്കാരൊക്കെ കാണുന്നുണ്ട്, എന്താ സംഭവം? ഓൾ ഇന്ത്യ കിസാൻ സഭ എന്നൊരു സംഘടനയുണ്ട്. അത് ഇന്ത്യ ഒട്ടുക്ക് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. CPM അല്ലാത്തവരുണ്ട്. കേരളത്തിൽ അത് കേരള കർഷക സംഘമാണ്. അതിന്റെ ഞങ്ങൾ അഫിലിയേഷൻ നടത്തിയതാണ് ഓൾ ഇന്ത്യ കിസാൻ സഭ. അതിന്റെ സെൻട്രൽ കമ്മിറ്റി യോഗം നാളെയും മറ്റന്നാളുമായി കണ്ണൂർ EK നായനാർ പിന്നെ സ്മാരകത്തിൽ വെച്ച് നടത്തി. അപ്പൊ അവരെ അങ്ങനെ ഇന്ന് മിക്കവാറും എല്ലാവരും എത്തിച്ചേർന്നപ്പോ കരിവള്ളൂർ സാക്ഷി മണ്ഡപം, കയ്യൂർ സമര കേന്ദ്രം, കയ്യൂരിലെ പഴയ അത് കഴിഞ്ഞ് ബേക്കറി കൂടി കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടത്തേക്ക് എല്ലാവരും ഫോട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതില് 18-20 സ്റ്റേറ്റിലെ കർഷക സംഘ നേതാക്കളാണ് എല്ലാവരും. MP ഉണ്ട്, അബ്രഹാം MP ഉണ്ട്. അതുപോലെ തന്നെ ബിജു കൃഷ്ണൻ ഞങ്ങളുടെ ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. M വിജയകുമാർ നമ്മുടെ സ്പീക്കറാണ്. അദ്ദേഹം അങ്ങനെയുള്ള ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ അത്യാവശ്യം എല്ലാ പ്രഗത്ഭരായ നേതാക്കന്മാരൊക്കെ ഉണ്ട്. ഇവിടെ വന്നവർക്കൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഒരു കോട്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ട്? നല്ല കോട്ടയാണെങ്കിലും നല്ല ഇഷ്ടപ്പെട്ട സ്ഥലമാണത്. പിന്നെ ബീച്ചിനെ കൂടി കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതാണ് അങ്ങനെയാണ് ഈ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അവരെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടുത്തെ കർഷക സംഘത്തിന്റെ പുറത്തുവന്മാരെ ഗേറ്റിൽ നിന്ന് അവരെ സ്വീകരിച്ചു കൊണ്ടുവന്നതാണ്. അപ്പൊ ഇവിടെ വന്ന് എല്ലാവർക്കും അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടതാണ് കുഞ്ഞമ്പു സാർ പറഞ്ഞത്. അപ്പൊ ഈ ഒരു സമയം ലേറ്റായി ഈ ഒരു സമയത്ത് പോലും ഞങ്ങൾ ഈ ഒരു സമയം മാറ്റി വെച്ച കുഞ്ഞമ്പു സാറിനും അതുപോലെ സെൻട്രൽ കമ്മിറ്റി മെമ്പർ ഓൾ ഇന്ത്യ കിസാൻ സഭ. UP I think രാജേശ്വരി. യുപിയിൽ നിന്ന് രാജേശ്വരി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ വൈകിയ വില കൂടുതൽ സമയം സംസാരിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ നമ്മളോട് ഇത്രയും സമയം സംസാരിച്ച കുഞ്ഞമ്പു സാറിനും അതുപോലെ ബാക്കി എല്ലാ ടീം മെമ്പറും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.